സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം തകർത്ത സർക്കാർ. ഇംഗ്ലീഷ് അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ താൽക്കാലിക ഒഴിവുകൾ സൃഷ്ടിച്ച സ്ഥിരം നിയമനങ്ങൾ അട്ടിമറിക്കുകയാണ് സർക്കാർ. പല സ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കണക്ക് ടീച്ചർമാരാണ്. എല്ലാ ജില്ലകളിലും നടന്നത് വിരലിലെണ്ണാവുന്ന നിയമനങ്ങൾ മാത്രം. HST ഇംഗ്ലീഷ് അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനം മറ്റു വിഷയങ്ങളിലുള്ള അധ്യാപക നിയമനങ്ങളെക്കാൾ വളരെ കുറവാണ്. ഡിസംബർ 31 വരെയുള്ള കണക്കുകളിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ 170 നിയമന ഉത്തരവുകളാണ് നൽകിയത്. എന്നാൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ 975 നിയമനങ്ങളും മലയാളത്തിൽ 480 നിയമനങ്ങളും മാത്സിൽ 476 നിയമന ഉത്തരവുകളുമുണ്ട്. എറണാകുളത്ത് ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് ഈ വർഷം ആരെയും നിയമിച്ചിട്ടില്ല. ആലപ്പുഴ 4, പത്തനംതിട്ട 1, കോട്ടയം 1, ഇടുക്കി 1, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 5 വീതവും PSC നിയമനങ്ങളാണുള്ളത്. 600-ലധികം സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപക നിയമനങ്ങൾ നടന്നിട്ടില്ല. അത് താൽക്കാലികമായിട്ട് ആളുകളെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ വേക്കൻസി കിട്ടിയാൽ പോലും അടുത്തൊരു അഡ്വൈസിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ലഭിക്കാം. പക്ഷേ ഇനി 1.5 വർഷം കൂടിയാണ് അതിന് ഈ ലിസ്റ്റിന് കാലാവധി നീണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മളിങ്ങനെ ഇനി ഈ ഇയർ കിട്ടും, 2025 ആയി, ഇപ്പോൾ ഈ വർഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. ഓരോ ഇയർ കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പ്രാർത്ഥനയെ പോലും നമുക്കൊരു ജോലി കിട്ടണമെന്നാണ് നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന. അപ്പോൾ ഈ വർഷവും ഈ ദിവസം ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം 2025 എങ്കിലും ഒരു പെർമനന്റ് ജോലി ലഭിക്കണേ എന്നുള്ളത്. ആ ഒരു HST ആയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം ഇത്തരത്തിൽ പൂർണ്ണമായും തകർക്കുകയാണ് സർക്കാർ. പരമാവധി പേർക്ക് ജോലി കൊടുക്കാതിരിക്കുകയും തസ്തികകൾ വെട്ടിക്കുറയ്ക്കുകയുമാണ് സർക്കാർ നയമെന്ന് ഒഴിവുകളിൽ നിയമനങ്ങൾ നടത്താത്തതിനെതിരെ ഇംഗ്ലീഷ് അധ്യാപകർ നടത്തിയ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ വിമർശിച്ചു. കോടതി ഉത്തരവുകൾ പാലിക്കാതിരിക്കാനായിട്ട് സർക്കാരിന് പല രീതിയിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് ഈ ഉദ്യോഗാർത്ഥികൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. കോടതി ഉത്തരവുണ്ട്, കോടതി അലക്ഷ്യ കേസ് പരിഗണനയിലുണ്ട് എന്നുള്ളതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇവർക്ക് നിയമനം കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നീതിന്യായ രംഗത്ത് ഇതുപോലുള്ള കേസുകൾ നടത്തുമ്പോൾ നമുക്കറിയാം സർക്കാർ ഭാഗത്തു നിന്ന് യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പണമില്ല എന്നുള്ളതാണ് പുതിയ നിയമനങ്ങൾ നടത്താനായിട്ട്. അതുകൊണ്ടാണ് സർക്കാർ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു കാര്യം. രണ്ടാമത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണം, ഇംഗ്ലീഷ് അറിയുന്നവർ തന്നെ വേണം എന്നുള്ള കാര്യം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ദുരന്തരന്മാർക്ക് ദൂരം മനസ്സിലാക്കി. കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും 2 ആഴ്ചക്കുള്ളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണമെന്ന് 2024 മാർച്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കോടതി ഉത്തരവുകളും സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ജനം, കൊച്ചി.